അമേരിക്കയുടെ കുറ്റാന്വേഷണ ഏജൻസിയായ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനിൽ പുതിയ തലവൻ ഇന്ത്യൻ വംശജൻ. നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുത്ത ഇന്ത്യൻ വംശജൻ കാഷ് പട്ടേലാണ്. ട്രംപിന്റെ വിശ്വസ്തനാണ് കശ്യപ് പ്രമോദ് വിനോദ് പട്ടേൽ എന്ന കാഷ് പട്ടേൽ. ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിന്റെ മുന്നണി പോരാളിയായ കാഷ് പട്ടേൽ ഇന്ത്യയുമായി ആഴത്തിലുള്ള ബന്ധം കാത്തുസൂക്ഷിക്കുന്നയാളാണ് താനെന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ട്. 1980 ന്യൂയോർക്കിലാണ് കാഷ് പട്ടേൽ ജനിച്ചത്. കിഴക്കൻ ആഫ്രിക്കയിൽ നിന്ന് കാനഡ വഴി അമേരിക്കയിലേക്ക് കുടിയേറിയ ഗുജറാത്ത് സ്വദേശികളാണ് കാഷ് പട്ടേലിന്റെ മാതാപിതാക്കൾ. ലോങ് ഐലൻഡിലെ ഗാർഡൻ സിറ്റി ഹൈസ്കൂളിലെ പഠനത്തിനു ശേഷം റിച്ച്മണ്ട് സർവകലാശാലയിൽ നിന്ന് ക്രിമിനൽ ജസ്റ്റിസ് ആൻഡ് ഹിസ്റ്ററിയിലും യുകെയിലെ യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടൻ ഫാക്കൽറ്റി ഓഫ് ലേസിൽ നിന്ന് അന്താരാഷ്ട്ര നിയമത്തിലും ബിരുദമെടുത്തു. ന്യൂയോർക്കിലെ പേസ് യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ലോയിൽ നിന്ന് ജൂറിസ് ഡോക്ടർ ബിരുദമെടുത്തതോടെ അദ്ദേഹത്തിന്റെ പേരിനൊപ്പം എസ്ക്വയർ ടൈറ്റിൽ ലഭിച്ചു. ഇതിനുശേഷം 8 വർഷം ഫ്ലോറിഡയിൽ പബ്ലിക് ഡിഫൻഡറായി സേവനമനുഷ്ഠിച്ചു. ഒന്നാം ട്രംപ് ഭരണകൂടത്തിൽ പ്രസിഡന്റിന്റെ ഡെപ്യൂട്ടി അസിസ്റ്റന്റും ദേശീയ സുരക്ഷാ കൗൺസിലിലെ ഭീകരവിരുദ്ധ വിഭാഗത്തിന്റെ സീനിയർ ഡയറക്ടറുമായി പ്രവർത്തിച്ച കാഷ് പട്ടേൽ ISISനെയും അൽ-ഖ്വയ്ദയെയും ഇല്ലാതാക്കുന്നത് ഉൾപ്പെടെയുള്ള ട്രംപിന്റെ ലക്ഷ്യങ്ങൾ നടപ്പാക്കുന്നതിൽ മേൽനോട്ടം വഹിച്ചിരുന്നു. ഇതിനിടെ ട്രംപും യുക്രൈനും തമ്മിലുള്ള അനധികൃതമായ ബന്ധത്തിൽ പാലമായി പ്രവർത്തിച്ചെന്ന ആരോപണവും പട്ടേൽ നേരിട്ടു. 2021 പ്രസിഡന്റ് പദവി ഒഴിഞ്ഞ ശേഷം ഔദ്യോഗിക രേഖകൾ പരിശോധിക്കാനുള്ള മുൻ പ്രസിഡന്റിന്റെ പ്രതിനിധിയായി ട്രംപ് ചുമതലപ്പെടുത്തിയവരിൽ ഒരാളാണ് കാഷ് പട്ടേൽ. ട്രംപ് വീണ്ടും അധികാരത്തിലെത്തുമ്പോൾ FBI മേധാവിയായി കാഷ് പട്ടേൽ വരുന്നത് സംബന്ധിച്ച ചർച്ചകൾ സമൂഹ മാധ്യമങ്ങൾ സജീവമായി കഴിഞ്ഞു. കാഷ് പട്ടേൽ US ഭീഷണിയാകുമോ അതോ ട്രംപിന്റെ ട്രംപ് കാർഡ് ആകുമോ എന്ന് കാത്തിരുന്നു തന്നെ കാണണം. അതേസമയം ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി അധികാരമേൽക്കുന്ന ജനുവരി 20 മുമ്പ് US മടങ്ങിയെത്തണമെന്ന് വിദേശ വിദ്യാർത്ഥികളോട് US സർവകലാശാലകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അധികാരമേറുന്ന ആദ്യ ദിവസം തന്നെ യാത്രാവിലക്ക് ഉൾപ്പെടെ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട പുതിയ ഉത്തരവിൽ ട്രംപ് ഒപ്പുവെക്കാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് സർവകലാശാലയുടെ നീക്കം. US പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെയും പ്രൊഫഷണലുകളെയും ഇത് ബാധിക്കും. 2017 7 മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് യാത്രാ നിരോധനം ഏർപ്പെടുത്തിയത് ഏറെ ആശങ്കകൾ ഉണ്ടാക്കിയിരുന്നു. ഒന്നാം ട്രംപ് ഭരണകാലത്തായിരുന്നു ഇത്. സമാനമായ സാഹചര്യം വീണ്ടും ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് വിദ്യാർത്ഥികളും സർവകലാശാലകളും. ഈ പശ്ചാത്തലത്തിലാണ് ട്രംപ് വീണ്ടും അധികാരത്തിലെത്തുന്നതിന് മുമ്പ് വിദ്യാർത്ഥികളുടെ യാത്രാ പ്രതിസന്ധികൾ ഇല്ലാതാക്കുന്നതിനു വേണ്ടി സർവകലാശാലകൾ നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരിക്കുന്നത്. US പുറത്തുള്ള വിദേശ വിദ്യാർത്ഥികളോടും ജീവനക്കാരോടും എത്രയും പെട്ടെന്ന് തിരികെ എത്താനാണ് നിർദ്ദേശം. എന്നാൽ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇതുവരെ ഇക്കാര്യത്തിൽ ഔദ്യോഗിക നിർദ്ദേശങ്ങളോ പ്രതികരണങ്ങളോ നടത്തിയിട്ടില്ല. സാഹചര്യം കണക്കിലെടുത്ത് US ഇന്ത്യൻ പൗരന്മാരോട് യാത്രാ നിയന്ത്രണങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.